Okay, now we have our next session on micro teaching. It's by Georgia Mariam Gio, and the topic Georgia is going to present is presentation tools. We invite you, Georgia, for the presentation. Good afternoon, all. So far last class we have discussed about the what you mean by micro teaching technique, and also in the last sections we have discussed different skills that can be improved, we can use in a classroom. So today I am going to discuss about the presentation skills, or how this presentation can be used as a micro teaching skill. So am I audible? Yes, Georgia, you're audible. So today I'm going to discuss the presentation as a micro teaching skill. So when we see the term presentation, so the thing that you come to the mind is the PowerPoint presentations. So that is the thing that we are explaining here, how this presentation how this Microsoft PowerPoint presentation can be used as a skill in micro teaching techniques. So before moving to a topic, I should like to show you what do you mean by ICT. So all are familiar about the term ICT, that is information and communication technology. So teaching using an ICT means we using the digital technology or communication tools to make our teaching or learning process more attractive or more interactive way. So teaching using ICT means use of the digital technology or a communication tools. So ഈ ടൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്സ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ്, പ്രൊജക്ടർ, ഇതെല്ലാം തന്നെ നമ്മുടെ ഡിജിറ്റൽ ടൂൾസ് ആണ്. ICT യൂസ് ചെയ്യുന്ന നമ്മൾ ടീച്ചിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിന്റർ, ഈവൻ അവർ പ്രിന്റർ, പ്രൊജക്ടർ, ഡിജിറ്റൽ ക്യാമറ, ഇതൊക്കെ നമ്മുടെ ICT ബേസ് ചെയ്തുള്ള ടീച്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈ ICT ഇൻ എഡ്യൂക്കേഷൻ, എങ്ങനെയാണ് എഡ്യൂക്കേഷനിൽ ICT ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഈ ICT യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ഈ റാപ്പിഡ് ഗ്രോയിങ് യൂസേജ് ഓഫ് ടെക്നോളജി ഈസ് ഇറ്റ്സെൽഫ് ദി വൺ ഓഫ് ദി മെയിൻ റീസൺ ഫോർ ദ ടീച്ചേഴ്സ് ടു വിച്ച് ഈസ് മേക്കിംഗ് ദ ടീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ICT ഇൻ ടു ദ ക്ലാസ് റൂം. അപ്പോൾ ഈ നമ്മുടെ ടെക്നോളജിയുടെ യൂസിൻ്റെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ് ടീച്ചേഴ്സിന് ക്ലാസ് റൂമുകളിൽ ICT യൂസ് ചെയ്യാനായിട്ട് അവരെ ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് പറയുന്നത് ICT ക്യാൻ ബി യൂസ്ഡ് ആസ് എ മോട്ടിവേറ്റിംഗ് ടൂൾ. അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ പല രീതിയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഓരോ നോളജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പല രീതിയിൽ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ICT യൂസ് ചെയ്ത് നമുക്ക് ലേൺ ചെയ്യാനായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ICT എന്ന് പറയുന്നത് കുറെ കൂടി എഫക്റ്റീവ് ആണ്, എഫിഷ്യൻ്റ് ആണ്. നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു ക്ലാസ് എഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ICT യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ICTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദി ലേണേഴ്സ് ഇമ്മീഡിയറ്റ് ആക്സസ് ടു ദ റിച്ചർ സോഴ്സ് ഓഫ് മെറ്റീരിയൽസ്. നമുക്ക് വേണ്ട അറിവിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് എന്തിനെ കുറിച്ചാണോ അറിയേണ്ടത് അതിനെപ്പറ്റി പല ഇൻഫോർമേഷൻസ് നമുക്ക് ICT വഴി നമുക്ക് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ICTയുടെ ഫീച്ചറാണ്, അതൊരു ഡൈനാമിക് ആണ് ആൻഡ് ക്യാൻ ബി യൂസ് ആസ് എൻ ഇൻട്രാക്റ്റീവ് ടൂൾ. നമുക്ക് കുറച്ചും കൂടെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ICTs യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ICTയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ തന്നെയാണ് ICT ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലാണ്. പിന്നെ അത് തന്നെ കാരണം ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ICTയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ PowerPoint പ്രസൻറ്റേഷൻസ് കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ കാണിക്കും. ഇപ്പോൾ നമ്മൾ സെറ്റ് ഇൻഡക്ഷൻ പറഞ്ഞ സമയത്ത് ആഷ്ന പറഞ്ഞിരുന്നു കുട്ടികളെ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണിക്കുന്നു അല്ലെങ്കിൽ ആനിമേഷൻ കാണിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ICTയുടെ ഒരു യൂസേജ് ആണ് ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കേഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു റിസർച്ച് പേപ്പറിൻ്റെ അവരുടെ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ICT യൂസ് ചെയ്ത് ലഭിക്കും. പിന്നെ ഇവാലുവേഷൻ പ്രോസസ്സ്, ഇപ്പോൾ ടീച്ചേഴ്സിന് സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള പലതരത്തിലെ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് നമ്മുടെ ICT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള റിസർച്ച് പേപ്പേഴ്സ്, നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ പണ്ട് ആ ടോപ്പിക്കിൽ എന്തൊക്കെ റിസർച്ചസ് നടന്നിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് ഈ ICT യൂസ് ചെയ്ത് കിട്ടും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫോർമേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതിനൊക്കെ നമ്മൾ ICT
യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പല മേഖലകളിൽ ICTക്കുള്ള ഒരു ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ, പിന്നെ പബ്ലിക്കേഷൻസ്, ഇവാലുവേഷൻ പ്രോസസ്സ്, പിന്നെ റിസർച്ച് ഏരിയയിൽ, പിന്നെ അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ ICT എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ICT നമുക്കൊരു മോട്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. പിള്ളേരെ പല രീതിയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസിൽ എഡ്യൂക്കേഷൻ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ICT മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ICT എന്ത് ചെയ്യുന്നു, ഇതേ മേക്സ് ദ ലേണിംഗ് ഫൺ രീതിയിൽ ലേണിംഗ് മാറ്റുന്നു. അപ്പോൾ കുറച്ചും കൂടെ പിള്ളേർക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവുന്നു. ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫൺ രീതിയാവുന്നു. അപ്പോൾ കുറച്ചും കൂടെ അവർ അതിനകത്തേക്ക് ലേണിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പമാവുന്നു കുട്ടികൾക്ക്. പിന്നെ അതിൻ്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു നോൺ ത്രെട്ടണിങ് എൻവയോൺമെന്റ് ആണ് ICT പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ICT സഹായിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ICT ഒരു മോട്ടിവേറ്റർ ആയിട്ട് ആക്ട് എന്ന് പറയുമ്പം ലേണിംഗ് ഫൺ ആക്കുന്നു. പിന്നെ എൻവയോൺമെന്റ് നോൺ ത്രെട്ടണിങ് ആണ്. പിന്നെ നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ICT യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ അവർക്കൊരു ഗ്രൂപ്പ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നമുക്കൊരു ICT ഒരു മോട്ടിവേറ്റഡ് ആണെന്ന് പറയാം. സോ പിന്നെ നമ്മുടെ ICT എങ്ങനെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ICT എന്ന് പറയുമ്പം നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ റേഞ്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് തന്നെ അവരുടെ ഏത് രീതിയിൽ അവർക്ക് പഠനം നടത്തണം എന്നുള്ള ഒരു അവർക്ക് ചൂസ് ചെയ്യാം ഏതൊരു വേയിൽ അവർക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് അതിനെ അറിയാനുള്ള ഒരു കാര്യത്തിനെ പറ്റി അറിയാനുള്ള അവർക്ക് എങ്ങനെ വേണം അവരുടെ റേഞ്ച് അനുസരിച്ച് അവർക്ക് തന്നെ ആ മോഡ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഇവിടെയും പറയുന്നത് പെയർ അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആക്കാനായിട്ട് ICT സഹായിക്കും. പിന്നെ പല തരത്തിലുള്ള സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ICT കൊണ്ട് പറയാം. സോ നമ്മൾ ഇത്രയും നേരം കണ്ടത് ICT എങ്ങനെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് കണ്ടത്. സോ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രസന്റേഷൻ എങ്ങനെ നമുക്കൊരു ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ICT മോഡാണെന്ന് പറയുന്നത് എന്താ, പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ യൂസ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഒരു ക്ലാസ് പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സാധാരണ ക്ലാസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ കൂടുതൽ വളരെ കീനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊരു പ്രസന്റേഷൻ, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്, അല്ലെങ്കിൽ കുറേ സബ് സ്കിൽസ് ഉണ്ട് ഈ ICT യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രസന്റേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ കുറേ സബ് സ്കിൽസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതിൽ ഇത്രയുമാണ് നമ്മുടെ ICT യൂസ് ചെയ്ത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ കണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കാണണം. എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ സ്റ്റുഡൻസിന് കിട്ടണം. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്ന് പറയുന്ന സ്കില്ല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വേണ്ടിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് എന്തെന്ന്, ഇൻട്രൊഡക്ഷൻ. ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കാണണം. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗെയിനിങ് അറ്റൻഷൻ. ഒരു നല്ലൊരു അറ്റൻഷൻ സീക്കർ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രസന്റേഷൻസ് എന്ന് പറയുന്നത്. മേ ബി ഒരു വീഡിയോ കാണിക്കാം, അല്ലെങ്കിൽ പിള്ളേർക്ക് ഇപ്പം കൊച്ചു കുട്ടികളാണെങ്കിൽ ആനിമേഷൻസിൽ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അറ്റൻഷൻ സീക്കർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യും, ഒന്നെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചേഴ്സ് കാണിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു അറ്റൻഷൻ സീക്കർ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള എക്സാമ്പിൾസ് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന സിമ്പിൾ എക്സാമ്പിൾസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ നമ്മളൊരു PPT പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ലൈഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെലവെൻ്റ് ആയിട്ടുള്ള സ്ലൈഡുകൾ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. റെലവെൻറ്റ് സ്ലൈഡ്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പ്രോപ്പർ ഓർഡർ വേണം. നമുക്ക് അതിന് ഇപ്പം ഒരു ടോപ്പിക്കിനെ പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ട് അല്ലാത്ത ഇൻഫോർമേഷൻസ് ഒന്നും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സ്ലൈഡ് ഫുള്ളി കവർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ മൊത്തം നിറഞ്ഞിരിക്കണം എന്നുള്ളൊരു ഒരു കാര്യം അതിനകത്തില്ല. വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ആ ഒരു സ്ലൈഡിൽ ആഡ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത സ്കിൽ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് സ്ലൈഡ്സ് ആണ്. അപ്പോൾ നമ്മളൊരു സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡർ
കറക്റ്റ് ഓർഡറിൽ വേണം. ഇപ്പം ഇൻട്രൊഡക്ഷൻ തൊട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ വരെ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ, പിന്നെ അതിന് എന്തെങ്കിലും യൂസസ് ഉണ്ടോ, അത് വെച്ച് നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാമോ, അങ്ങനെ ഒരു സീക്വൻസ് ഓർഡറിൽ വേണം ടോപ്പിക്സ് നമ്മൾ സ്ലൈഡ്സിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ക്ലിയർ സ്ലൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ലൈഡ് ഭയങ്കര ഓവർ ക്രൗഡഡ് ആവരുത്. ആ സ്ലൈഡിൽ വളരെ 1, 2 അല്ലെങ്കിൽ 4 പോയിന്റിൽ കൂടുതൽ നമ്മളൊരു സ്ലൈഡിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വളരെ ലെജിബിൾ ആയിരിക്കണം ഒരു സ്ലൈഡ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും വളരെ ക്ലിയർ ആയിട്ട് ആ സ്ലൈഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ വായിക്കാനായിട്ട് പറ്റണം. സോ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ലൈഡ്സ് ആയിരിക്കണം വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ക്രൗഡഡ് ആവത്. ഒരു ഓരോ പോയിന്റ് വെച്ച് നമ്മൾ ആ ഇൻഫോർമേഷൻസ് അതിൻ്റെ സ്ലൈഡിൽ കൊടുത്താൽ മതി. പിന്നെ ക്വാളിറ്റി ഓഫ് സ്ലൈഡ്. ക്വാളിറ്റി ഓഫ് സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് ടൈപ്പ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോണ്ട് ടൈപ്പ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇനി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, നമുക്ക് കസ്റ്റമൈസ് ചെയ്തുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കുട്ടികളെ അതിനകത്തേക്ക് അട്രാക്റ്റീവ് ആക്കുന്നു, നമുക്ക് അവരുടെ അറ്റൻഷൻ കുറച്ചും കൂടെ കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ട്രാൻസിഷൻ വേർഡ് മൂവിങ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ, ഇപ്പം ഞാൻ ഈ പ്രസന്റേഷൻ ചെയ്തതിൽ തന്നെ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ പല രീതിയിലാണ് ട്രാൻസിഷൻ ഇവിടെ നടക്കുന്നത്. അപ്പം അങ്ങനെ പല ട്രാൻസിഷൻ, വൺ സ്ലൈഡ് ടു അതർ സ്ലൈഡ് പോകുമ്പോൾ നമുക്കൊരു വേറെ ട്രാൻസിഷൻ മോഡ്സ് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മൂവിങ് ബാക്ക്, പിന്നെ വേർഡ്സ് നമ്മൾ ഒന്നെങ്കിൽ വേർഡ്സ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ പല ആനിമേഷൻസ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള ആഡ് ഓൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കുട്ടികൾ അതിനകത്ത് അറ്റൻറ്റീവ് ആയിട്ട് വരും. പിന്നെ അടുത്തൊരു സ്കിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും വളരെ എന്തൂസിയാസ്റ്റിക്കലി ആയിട്ട് എൻഗേജ് ആയിരിക്കണം. പിള്ളേർ ആ സ്റ്റഡീസിൽ നമ്മൾ പ്രസന്റേഷൻ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റ് അല്ലെന്നല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്കില്ലാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്, അച്ചീവ്മെന്റ് ഓഫ് ദി കൺസെപ്റ്റ്. സോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ടോപ്പിക്ക് കുട്ടികളിൽ എത്തിയിരിക്കണം. സോ അച്ചീവ്മെന്റ് ഓഫ് ദ കൺസെപ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു കുറെ ക്വാളിറ്റി അല്ലെങ്കിൽ കുറെ ആഡ് ഓൺ പ്രോപ്പർട്ടി ഒക്കെ കൊടുത്ത് പിള്ളേരെ അട്രാക്റ്റീവായിട്ട് അതിനകത്ത് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് അവരിൽ എത്തുന്നു ഇല്ലയോ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സോ ദീസ് ആർ ദി സബ് സ്കിൽസ് ദാറ്റ് വി ഹാവ് ടു ഫോളോ വൈൽ പ്രസന്റിങ് ആ PPT അല്ലെങ്കിൽ ഒരു ക്ലാസ് ICT യൂസ് ചെയ്ത് നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ, ക്ലാസ് റൂം ടീച്ചിങ്ങിൽ പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇങ്ങനത്തെ ഉള്ള സബ് സ്കിൽസ് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് സ്റ്റുഡൻസിന് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ടോപ്പിക് presentation as a micro teaching skill. Thank you. Okay, very good, Georgia. Now I invite the participants. Georgia. Parangal sir. Is there any restrictions for the use of ICT in teaching learning process? ഓക്കെ, ICT എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ICT എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മളൊരു പ്രൊജക്ടറിൽ കാണിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇനിയിപ്പം അതുപോലെ ഈ ഇലക്ട്രിസിറ്റിയുടെ ഒരു ലാക്ക് ഉണ്ടെങ്കിൽ, അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ICT യൂസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് പോസിബിൾ അല്ല. അതൊരു കാരണമാണ്, അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ആണ് ICT നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വരുന്നത്. ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അത് അല്ലെങ്കിൽ നെറ്റ് കണക്ടിവിറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പം തന്നെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയിൽ നെറ്റ് പോയി, അപ്പം നെറ്റ് കണക്ടിവിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ICT യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ PPT പ്രസന്റേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പം പണ്ടത്തെ ടീച്ചേഴ്സിനൊന്നും ഇതിൻ്റെ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് ഒരു PPT തയ്യാറാക്കാൻ അറിയാത്ത കുറേ ടീച്ചേഴ്സ് തന്നെ നമ്മൾക്ക് അറിയാവുന്നതുണ്ട്. അപ്പം ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് അറിയാം, കാരണം അവർക്ക് ടെക്നോളജി നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് അവർക്ക് അത് കുഴപ്പമില്ല. പക്ഷെ നേരത്തെ അവർക്കൊന്നും ഇപ്പം PPT എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഒരു ട്രെയിനിങ്ങിന്റെ ലാക്ക് അല്ലെങ്കിൽ ആ ടെക്നിക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ആ ഒരു പ്രോപ്പറായിട്ട് അവരത് പഠിച്ചെടുക്കാൻ പറ്റാത്തത് ഇതിനൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് വരും ICT. കാരണം നല്ലൊരു PPT പ്രസന്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്ട്രിക്ഷൻ ആയിട്ട് വരും. അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് ലഭിക്കാതെ വരുന്നതും ഇതിന്റെ ഒരു റെസ്ട്രിക്ഷൻ ആണ് ICT യൂസ് ചെയ്യുന്നത്. കാരണം അതിന്റെ ടെക്നിക്സ്, അതിന്റെ എങ്ങനെ നമുക്ക് അതിന് പ്രോപ്പറായിട്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു അറിവ് അവർക്ക് ഇല്ലാതെ ഇരിക്കുന്നത് ഇതിന്റെ ഒരു റെസ്ട്രിക്ഷൻ ആണ്.
Very good, Georgia, and very good, Elsa. Now, any more questions? Georgia Chichi. Okay, come on. ICT as a skill, അതിനെ നമുക്ക് ബ്രീഫായിട്ട് ഒരു 2 മാർക്സ് ഒക്കെ ചോദിച്ചാലൊക്കെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പൊ നമുക്ക് ബ്രീഫായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചേച്ചി പറഞ്ഞു, ബട്ട് ബ്രീഫായിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പോൾ ICT യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ. അപ്പം പല രീതിയിലുള്ള ടെക്നോളജീസ് നമുക്ക് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം ക്ലാസ് റൂം ടീച്ചിങ്ങിൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഒരു ICT യൂസ് ചെയ്ത് എഡ്യൂക്കേഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് നടത്താം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു മൈക്രോ ടീച്ചിങ് സ്കിൽ. യൂസേജ് ഓഫ് എ പവർ പോയിന്റ് പ്രസന്റേഷൻ, അതാണ് ഈ ICT കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷന്റെ ഫീൽഡിൽ. മനസ്സിലായോ? പവർ പോയിന്റ് പ്രസന്റേഷൻ ക്ലാസ് റൂം എഡ്യൂക്കേഷനിൽ എങ്ങനെ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ യൂസ് ചെയ്യാം, പിന്നെ അതിന്റെ സ്കിൽസ്, എന്തൊക്കെ സ്കിൽസ് റെലവെന്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അതാണ് ചോദിച്ചത്. പവർ പോയിന്റ് പ്രസന്റേഷൻ മാത്രമല്ല, നമുക്ക് ഓഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. അതും ഒരു കൈൻഡ് ഓഫ് ICT യൂസേജ് ആണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ സബ് സ്കിൽ പറഞ്ഞത് പവർ പോയിന്റ് പ്രസന്റേഷന്റെ ആണ് പറഞ്ഞത്. അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കണം, സ്ലൈഡ്സിന്റെ കാര്യം, അതിന്റെ ക്ലാരിറ്റി, പിന്നെ അതിന്റെ ഓർഡർ എങ്ങനെ ആയിരിക്കണം, അതാണ് പറഞ്ഞത്. അല്ലാതെ തന്നെ നമുക്ക് വീഡിയോസ് കാണിക്കാം, ഓഡിയോസ് കാണിക്കാം, അല്ലെങ്കിൽ കേൾപ്പിക്കാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് കാണിക്കാം. ഇതെല്ലാം ICT തന്നെയാണ്. Okay. Any more? So I'm congratulating Georgia for the nice presentation, and all the presentations of today was really good. I congratulate all. When we are making presentation, we have to keep something like variety. We have to give much importance to variety to make our ideas more clear, or we have to provide rich experience. Then only the learning will become a better experience. So that's our main aim when we are using ICT or presentation of any type. As Georgia told, it may be projectors, or it may be audio, or it may be video, or both audio video. Then the still presentations, different dimensions of presentations, like Grishma, she presented it in 3-dimensional way in your experiment on inauguration. So all these are presentations, or all these are included during presentations. But mainly what we are aiming when we are using presentations are these are the things. We how to enrich our experience, learning experience. That's the prime concern. Okay, Georgia, thank you. I congratulate you and all the team who took the session today.